ചീഫ് സെക്രട്ടറി എ ജയതിലകിനെ വിശ്വസിച്ച മുഖ്യമന്ത്രി വി.ഡി. സതീശന് വീണ്ടും അബദ്ധം പിണഞ്ഞിരിക്കുകയാണ്. കേരളത്തിൽ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാനുള്ള കഴിഞ്ഞ ഇടതുമുന്നണി സർക്കാരിന്റെ നയപരിപാടിയാണ് ചീഫ് സെക്രട്ടറിയും നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥരും ചേർന്ന വി.ഡി. സതീശന്റെ ആദ്യ ബജറ്റിൽ എഴുതി ചേർത്തത്. ഇത് മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രി എം ലിജുവും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് പ്രതികരിച്ചില്ലെങ്കിലും മന്ത്രി ലിജു മുഖ്യമന്ത്രിക്കെതിരെ പരസ്യമായി രംഗത്തെത്തി. സർക്കാരിന്റെ പ്രധാന കസേരകളിൽ ഇരിക്കുന്നത് ഇടതുപക്ഷ അനുഭാവികളായ ഉദ്യോഗസ്ഥരാണ്. ഇവരാണ് മുഖ്യമന്ത്രി സതീശനെ പറ്റിക്കുന്നത്. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചപ്പോൾ വീര്യം കുറഞ്ഞ മദ്യം വേണോ വേണ്ടയോ എന്നതിൽ നയപരമായ തീരുമാനം എടുത്തിട്ടില്ലെന്ന് എക്സൈസ് മന്ത്രി എം ലിജു പറഞ്ഞു. 0.5% മുതൽ 20% വരെ വീര്യമുള്ള മദ്യത്തെ വീര്യം കുറഞ്ഞ മദ്യമായി ക്ലാസിഫൈ ചെയ്തത് ഇടതുപക്ഷ സർക്കാരാണ്. അതിനുശേഷം 2025 നടത്തിയ മറ്റൊരു ഭേദഗതിയിലൂടെ കേരളത്തിൽ ഈ ഹോർട്ടി വൈൻ പഴവർഗ്ഗങ്ങളിൽ നിന്നുള്ള മദ്യം ഉൽപ്പാദിപ്പിക്കാനും LDF സർക്കാർ തീരുമാനിച്ചിരുന്നുവെന്ന് മന്ത്രി ലിജു ചൂണ്ടിക്കാട്ടി. അതിന്റെ വീര്യം 20 മുതൽ 30% വരെയാണ്. അത്തരത്തിൽ മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള ഈ ഡിസ്റ്റിലറികൾക്ക് അനുമതി നൽകാനുള്ള തീരുമാനമെടുത്തെന്നും LDF സർക്കാരാണ്. അത്തരത്തിൽ കേരളത്തിൽ വീര്യം കുറഞ്ഞ മദ്യം എന്ന ആശയം കൊണ്ടുവന്ന് അതിനെ നടപ്പിൽ വരുത്തിയ LDF ഇപ്പോൾ അതിനെ കുറ്റപ്പെടുത്തുന്നതിന് പിന്നിലെ സാങ്കേതിക എന്താണ് എന്ന് മന്ത്രി ലിജു ചോദിച്ചു. കേരളത്തിലെ UDF സർക്കാരിലെ എക്സൈസ് വകുപ്പ് പ്രത്യേക തീരുമാനം ഒന്നും എടുത്തിട്ടില്ല. നിലവിൽ ധനകാര്യ വകുപ്പിലെ GST വകുപ്പ് സെയിൽസ് ടാക്സ് സംബന്ധിച്ച് നിലവിലുണ്ടായിരുന്നതിൽ നിന്നും ഒരു റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ മറ്റൊരു തീരുമാനവും സർക്കാർ എടുത്തിട്ടില്ല. എക്സൈസ് വകുപ്പ് ഈ വിഷയത്തിൽ നയപരമായ ഒരു തീരുമാനവും പ്രഖ്യാപിച്ചിട്ടുമില്ല. മന്ത്രി എം ലിജു വ്യക്തമാക്കി. ഇതിൽ നികുതി വകുപ്പിന്റെ മന്ത്രി മുഖ്യമന്ത്രിയാണ്. അബ്കാരി നിയമം അനുസരിച്ച് നിയമസഭാ സമ്മേളനത്തിന് ശേഷം കാര്യമായ ചർച്ച നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പാർട്ടിയും മുന്നണിയും വിവിധ സംഘടനകൾ, വ്യക്തികൾ, മദ്യവിരുദ്ധ സമിതികൾ ഉൾപ്പെടെ ബന്ധപ്പെട്ട എല്ലാവരുമായി ചർച്ച നടത്തും. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ തേടിയ ശേഷം കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിലുള്ള മദ്യനയമാകും കേരളത്തിലെ UDF സർക്കാർ പ്രഖ്യാപിക്കുക. ഇപ്പോഴുള്ളത് നികുതിയുമായി ബന്ധപ്പെട്ട തീരുമാനമാണെന്നും മന്ത്രി ലിജു പറഞ്ഞു. അതായത് ബജറ്റ് പ്രഖ്യാപനം നടത്താൻ എക്സൈസ് മന്ത്രി സമ്മതിക്കില്ല എന്ന് അർത്ഥം. മന്ത്രിയും മുഖ്യമന്ത്രിയും അറിയാതെയാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിച്ചിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ബജറ്റ് പ്രഖ്യാപനമെന്ന വിമർശനത്തിനിടെ തുടർന്ന് നടപടികളുമായി എക്സൈസ് മന്ത്രി. വിൽപ്പനയ്ക്കായി മദ്യനിർമ്മാണ കമ്പനികൾ താൽപര്യമറിയിച്ചാൽ എക്സൈസ് വകുപ്പിന് ഇങ്ങനെയൊരു തീരുമാനമല്ലെന്ന് അറിയിക്കും. എക്സൈസ് കമ്മീഷണറോട് ജില്ലകളുടെ ചുമതലയുള്ള ഡെപ്യൂട്ടി കമ്മീഷണർക്ക് കൃത്യമായ നിർദ്ദേശം നൽകാൻ മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നികുതി ഘടന നിശ്ചയിച്ച തീരുമാനം മന്ത്രി അറിഞ്ഞോ? മുഖ്യമന്ത്രി ആശയവിനിമയം നടത്തിയിരുന്നോ? സ്വാഭാവിക ചോദ്യങ്ങൾക്ക് ധനവകുപ്പിന് സ്വാതന്ത്ര്യ അധികാരമുണ്ട് എന്ന് എക്സൈസ് മന്ത്രി പറയുമെങ്കിലും തീരുമാനം മുഖ്യമന്ത്രി മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. മുഖ്യമന്ത്രി ആശയവിനിമയം നടത്തിയില്ല എങ്കിലും തന്റെ അധികാരം എക്സൈസ് മന്ത്രി ഉപയോഗിക്കും. നികുതി നിശ്ചയിച്ചതിന് പിന്നാലെ വിപണി ലക്ഷ്യമിട്ട് മുന്തിയ മദ്യ കമ്പനികൾ നിർമ്മാണ താൽപര്യം അറിയിച്ച് വരാനുള്ള സാധ്യത ഏറെയാണ്. അന്വേഷിക്കുന്നവരോട് എക്സൈസിന് മുന്നിൽ ഇങ്ങനെയൊരു പദ്ധതി ഇല്ല എന്ന് അറിയിക്കും. എക്സൈസ് കമ്മീഷണറോട് ജില്ലകളുടെ ചുമതലയുള്ള എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർമാരെ രേഖാമൂലം നിലപാട് അറിയിക്കാൻ നിർദ്ദേശിക്കും. ലൈസൻസിൽ തുടങ്ങി 20 അനുമതിയാണ് പുതിയ മദ്യം വിപണിയിൽ ഇറക്കാൻ വേണ്ടത്. ഇക്കാര്യത്തിൽ ഒരെണ്ണത്തിൽ പോലും നീക്കുപോക്കും ഉണ്ടാവില്ല. LDFന്റെ മദ്യനയം ഉൾപ്പെടെ പുതുക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ തിടുക്കപ്പെട്ട് തീരുമാനം വേണ്ടിയിരുന്നോ എന്ന സംശയം ഘടകകക്ഷികൾക്കുമുണ്ട്. വീര്യം കുറഞ്ഞ മദ്യനിർമ്മാണത്തിന്റെ വാതിൽ തുറന്ന മുൻ LDF സർക്കാരാണെങ്കിലും കർണാടക ലോബിയുടെ സമ്മർദ്ദം, മദ്യനിർമ്മാതാക്കളുടെ പ്രേരണ, അങ്ങനെ തീരുമാനമെടുക്കുന്നതിന് മുഖ്യമന്ത്രിക്ക് നിറയെ കാരണങ്ങളുണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പന നികുതി കുത്തനെ കുറച്ച മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഭരണപക്ഷത്ത് ആഭ്യന്തര തർക്കവും ഭിന്നതയും പുകയുന്നു. മുഖ്യമന്ത്രിയും ധനവകുപ്പും തങ്ങളോട് യാതൊരുവിധ ആലോചനയും നടത്താതെയാണ് ഇത്തരം ഒരു നികുതി ഘടന പ്രഖ്യാപിച്ചതെന്ന അതൃപ്തിയിലാണ് എക്സൈസ് വകുപ്പ്. ഇതേ തുടർന്ന് പുതിയ പ്രഖ്യാപനത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും തുടർ നടപടികൾ മരവിപ്പിക്കാനുമുള്ള നിർണായക നീക്കങ്ങളുമായി എക്സൈസ് മന്ത്രി എം ലിജു നേരിട്ട് രംഗത്തിറങ്ങിയതായും സൂചനയുണ്ട്. എന്നാൽ ഈ തീരുമാനത്തിന് പിന്നാലെ പ്രതിപക്ഷ രാഷ്ട്രീയം കടന്നാക്രമണം ശക്തമാക്കിയതോടെ തിരിച്ചടിയുമായി എക്സൈസ് മന്ത്രി എം ലിജുവും രംഗത്തെത്തി. 2023 മുൻ LDF സർക്കാരാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കൃത്യമായ നിർവചനം അബ്കാരി ചട്ടങ്ങളിൽ ആദ്യമായി ഉൾപ്പെടുത്തിയത് എന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി.
അന്നത്തെ LDF സർക്കാർ തന്നെയാണ് ഇതിനുള്ള വാതിൽ തുറന്നിട്ടത്. ബജറ്റിൽ കേവലം ഒരു നികുതി ഘടന നിശ്ചയിച്ചതിന് പുതിയ മദ്യം വിപണിയിൽ വൻതോതിൽ വിൽക്കാനുള്ള അന്തിമ തീരുമാനമായി ആരും വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നും ലിജു വ്യക്തമാക്കി. മദ്യം വിപണിയിൽ ഇറക്കണമെങ്കിൽ അതിന് പ്രത്യേക നയതീരുമാനങ്ങൾ ആവശ്യമാണെന്നും അതിനുള്ള നടപടികൾ എക്സൈസ് വകുപ്പ് സ്വീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പുതിയ മദ്യ വിപണിയിൽ ഇറക്കണമെങ്കിലും ലൈസൻസിൽ തുടങ്ങി 20ഓളം വിവിധ വകുപ്പുകളുടെ കർശനമായ അനുമതികൾ ആവശ്യമാണ്. ഇതിൽ ഒരെണ്ണത്തിൽ പോലും യാതൊരുവിധ വീഴ്ചയോ നീക്കുപോക്കോ ഉണ്ടാകില്ലെന്ന് എക്സൈസ് വകുപ്പ് വ്യക്തമാക്കി കഴിഞ്ഞു. LDFന്റെ മദ്യനയം ഉൾപ്പെടെ വിപുലമായി പുതുക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പുതിയ UDF സർക്കാർ എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട് മദ്യക്കമ്പനികൾക്ക് അനുകൂലമായി ഇളവുകൾ നൽകിയതെന്ന സംശയം മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾക്കും ഉണ്ട്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി 2027% നിന്നും 120%, 175%, കുറച്ച മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വലിയ അഴിമതിയാണ് എന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും രംഗത്തെത്തി. കൃത്യം 2 വർഷം മുൻപ് പ്രതിപക്ഷത്തിരിക്കെ LDF സർക്കാർ കർഷകരെ സഹായിക്കാൻ പഴവർഗ്ഗങ്ങളിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച വ്യക്തിയാണ് ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശൻ എന്ന് പ്രതിപക്ഷവും ഓർമ്മിപ്പിച്ചു. വൻകിട ഡിസ്റ്റിലറികൾക്കും മദ്യ ലോബികൾക്കും കോടിക്കണക്കിന് രൂപ എത്തിക്കാനുള്ള പരിപാടിയാണിതെന്ന് അന്ന് വാദിച്ച സതീശൻ ഇന്ന് കസേര മാറിയപ്പോൾ മദ്യക്കമ്പനികളുടെ വ്യാവസായിക താൽപര്യങ്ങൾക്ക് വേണ്ടി നിലപാട് വിഴുങ്ങിയെന്ന് മുൻ എക്സൈസ് മന്ത്രി MB രാജേഷ് കുറ്റപ്പെടുത്തി. ഈ നികുതി ഇളവിലൂടെ സംസ്ഥാന ബജറ്റിന് പ്രതിവർഷം 600 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നും അദ്ദേഹം ആരോപിച്ചു. UDF എന്നാൽ യൂട്ടേൺ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ആണെന്നാണ് പ്രതിപക്ഷത്തിന്റെ പരിഹാസം.